എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം. ഈ വീഡിയോയിൽ ഇന്റലിജൻസ് ക്വോഷ്യന്റിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബുദ്ധി അളക്കുക അല്ലെങ്കിൽ ബുദ്ധിയുടെ അളവുകോൽ എന്നാണ് പൊതുവെ പറയാറ്. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വിവേകം, ബുദ്ധി, വിവേകം എന്നെല്ലാം പറയും. എന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാം. നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷൻ വീണ്ടും ലഭിക്കണം എന്നുണ്ടെങ്കിൽ, എന്റെ വീഡിയോസ് വീണ്ടും കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഇന്റലിജൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം സ്കിൽഫുൾ ആയിരിക്കും എന്ന് പൊതുവെ പറയാറുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടത് 9 തരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു വ്യക്തിയിൽ തന്നെ 9 തരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റലിജൻസ് ഏറ്റവും കൂടുതലുള്ള വ്യക്തി ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സ്കിൽഫുൾ ആയിരിക്കും, കഴിവുള്ള വ്യക്തിയായിരിക്കും എന്നർത്ഥം. ആ 9 ഇന്റലിജൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. അതായത് നാച്ചുറലായ കാര്യങ്ങളിൽ, പ്രകൃതിദത്തമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇന്റലിജൻസ് കൂടുതലായിരിക്കും, കഴിവ് കൂടുതലായിരിക്കും. അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സ്വായത്തമാക്കാൻ കഴിയും എന്നർത്ഥം. ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന ബോട്ടണി, ബയോളജി, ജിയോളജി അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇദ്ദേഹത്തിന് കൂടുതൽ അവഗാഹം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് കൂടുതലുള്ള ആൾക്ക്. അങ്ങനെ ഒരു ഇന്റലിജൻസ് എല്ലാവരിലും ഉണ്ട്. ചിലരിൽ കൂടുതലും കുറയുകയും എല്ലാം ചെയ്യും. രണ്ടാമത് മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ വിഷയങ്ങളിൽ ഈ താളം, ലയം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഋതം അതെല്ലാം മനസ്സിലാക്കുവാനും അതിനെ പെട്ടെന്ന് പഠിച്ചെടുക്കുവാനും ആ വിഷയങ്ങളിൽ നല്ലപോലെ പെർഫോം ചെയ്യുവാനും മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തിക്ക് നല്ലപോലെ കഴിയും എന്നർത്ഥം. മൂന്നാമത് ലോജിക്കൽ, മാത്തമാറ്റിക്കൽ. ലോജിക്കലായി കാര്യങ്ങളെ ലോജിക്കലായി കൈകാര്യം ചെയ്യുവാനും യുക്തിസഹമായി കൈകാര്യം ചെയ്യുവാനും കണക്ക് ആസ്പദമായിട്ടുള്ള വിഷയങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ആസ്പദമായ വിഷയങ്ങൾ ഇവയെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനും ആ വിഷയത്തിൽ നല്ല സ്കിൽഫുൾ ആയിരിക്കുവാനും ഈ ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തിക്ക് കഴിയും എന്നർത്ഥം. നാലാമത് എക്സിസ്റ്റൻഷ്യൽ. ഭൂമിയിൽ ജീവിക്കുന്നതിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഭൂമിയിലെ നമ്മുടെ അവൈലബിലിറ്റിയെ കുറിച്ചും പൊതുവെ നമ്മൾ പറയാറുള്ള ജനറലായ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം, ലൈഫിനെ കുറിച്ച് പഠിക്കണം, ഫിലോസഫി അത്തരം വിഷയങ്ങളിലെല്ലാം ഈ വ്യക്തിക്ക് കൂടുതൽ അവഗാഹം ഉണ്ടായിരിക്കും. നാലാമത് ഇന്റർപേഴ്സണൽ. ഇതിനെ നമ്മൾ സോഷ്യൽ ഇന്റലിജൻസ് എന്നും വിളിക്കാം. മറ്റുള്ളവരുമായി ഇടപഴകുന്ന, സോഷ്യലായി ആളുകളുമായി നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നതിനുള്ള ഇദ്ദേഹത്തിന്റെ കഴിവിനെയാണ് പൊതുവെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോഷ്യലായിട്ടുള്ള സാഹചര്യങ്ങളെ ഇദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അടുത്തത് ബോഡിലി അതല്ലെങ്കിൽ കൈനസ്തെറ്റിക്. ശാരീരികമായ വിഷയങ്ങൾ, മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശരീര അവയവങ്ങളെ പറ്റി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മുടെ മനസ്സിനെയും ബ്രെയിനിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളിലെല്ലാം ബോഡി അല്ലെങ്കിൽ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ള വ്യക്തിക്ക് വളരെ ഭംഗിയായി സാധിക്കുമെന്നർത്ഥം. അടുത്തത് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്, ഭാഷാപരമായ കഴിവ്. ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആള് 2, 3, 4, 5 ഭാഷകൾ പഠിക്കാം, കഥകൾ, ഭാഷകളിലുള്ള കഥകൾ എഴുതാം, കവിതകൾ എഴുതാം, ഗ്രാമർ നല്ലപോലെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇതെല്ലാമാണ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസിൽ വരുന്നത്. അടുത്തത് ഇൻട്രാപേഴ്സണൽ. അദ്ദേഹം ഇൻട്രാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനകത്തേക്ക്, ഈ വ്യക്തിക്ക് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്ക് അയാളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാവും, അയാളെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും എല്ലാം അദ്ദേഹം കൃത്യമായി കൈകാര്യം ചെയ്യാൻ വളരെയധികം കഴിവുള്ള ആളായിരിക്കും എന്നർത്ഥം. അടുത്തത് സ്പാഷ്യൽ ഇന്റലിജൻസ്. ഇതിൽ 3D കാര്യങ്ങൾ, 2D, 4D ഇതെല്ലാം കൃത്യമായി തിരിച്ചറിയുവാനുള്ള കഴിവുള്ള വ്യക്തിയാണ് സ്പാഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം പൊതുവെ വാനശാസ്ത്രം, അതേപോലെ സ്പേസ് സയൻസ് അത്തരം കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഇൻവോൾവ്മെന്റ് ഇദ്ദേഹത്തിന് ഉണ്ടാവുക. ഈ വീഡിയോയിൽ പറഞ്ഞ 9 ഇന്റലിജൻസ് വിഭാഗങ്ങളും മിക്കവാറും എല്ലാവരിലും കാണപ്പെടാറുണ്ട്. പക്ഷെ ചിലത് കൂടിയിരിക്കും, ചിലത് കുറഞ്ഞിരിക്കും. കൂടിയിരിക്കുന്ന വിഷയങ്ങളിൽ ഇദ്ദേഹത്തിന് കൂടുതൽ ഫോക്കസ് ചെലുത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇദ്ദേഹത്തിന് നല്ലപോലെ ആ പർട്ടിക്കുലർ വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അദ്ദേഹത്തിന്റെ സ്കിൽ ആ വിഷയത്തിലായിരിക്കും. അതിനനുസരിച്ച് അദ്ദേഹം ഒരു കരിയർ തിരഞ്ഞെടുത്താൽ ആ കരിയർ അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യും. എന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാം. നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷൻ വീണ്ടും ലഭിക്കണം എന്നുണ്ടെങ്കിൽ, എന്റെ വീഡിയോസ് വീണ്ടും കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി.